ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഓരോ വീക്കിലും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കൊണാമിയുടെ അൽഗോരിതം പ്രകാരം എപ്പിക്ക് ലഭിക്കാനുള്ള രണ്ട് വഴികൾ മാത്രമേ നിലവിൽ നമുക്ക് ഉള്ളൂ എന്നുള്ളതാണ്. സോ അതിനു മുന്നേ ഒരു കാര്യം, നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ 15K റേഞ്ചുള്ള 2 ബീസ്റ്റ് ഈ ഫുട്ബോൾ IDs കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അങ്ങോട്ടേക്ക് വരാം. സോ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, നമുക്കറിയാം ഏറ്റവും റീസെന്റ് ആയിട്ട് വന്നേക്കുന്ന നമ്മുടെ പുതിയ അപ്ഡേഷൻ പ്രകാരം നമുക്ക് ഒരു പണി കൂടി കൊണാമി തന്നേക്കുവാണ്. ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മുടെ കോയിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്തത്. നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ചിൽ വരുന്ന റേറ്റ് ഫ്ലക്ച്വേഷന്റെ ഭാഗമായിട്ടൊക്കെയാണെന്നാണ് കൊണാമിയുടെ വാദം. എന്ത് കഴിഞ്ഞാലും നമ്മുടെ യൂസേഴ്സിന് കിട്ടിയേക്കുന്ന 8ന്റെ പണി തന്നെയാണ് ഈ പറയുന്ന റേറ്റിൽ വന്ന വേരിയേഷൻ. സോ അതൊക്കെ കൊണ്ട് തന്നെ ഇനി ഞാൻ കോയിൻ വാങ്ങിക്കുന്നില്ല, ഉള്ള സ്കോഡ് വെച്ച് തന്നെ ഇനി അങ്ങോട്ട് കളിക്കാം എന്നുള്ള ഒരു ഡിസിഷൻ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാലും കൊണാമിയുടെ അടുത്ത പണി അതിലും ഉണ്ട്. നമ്മൾ ഓൾറെഡി ഇല്ലാത്ത കോയിൻ വെച്ച് വാങ്ങിക്കുന്ന നമ്മുടെ മാനേജർ പാക്കും അതുപോലെ തന്നെ നമ്മുടെ എപ്പിക് ബിറ്റ് ടൈം കാർഡിൻ്റെ ഒക്കെ പവറും കാര്യങ്ങളൊക്കെ കൊണാമി കൂട്ടിയും കുറച്ചും കൊണ്ടിരിക്കുകയാണ്. കൂട്ടുക എന്നുള്ളത് ഞാനൊരു ഭംഗിക്ക് വേണ്ടി പറഞ്ഞതാണ്. മോസ്റ്റ് ഓഫ് ദ കേസിലും നമ്മുടെ കാർഡിൻ്റെയൊക്കെ പവർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊറ്റൊരു കാരണമേ ഉള്ളൂ, നമുക്ക് ഒരുപാട് ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ടൈമിൽ നമ്മുടെ സ്കോഡ് ബെറ്റർ ആക്കേണ്ട സമയമായി, അതുകൊണ്ട് തന്നെ കുറച്ച് കോയിൻ വാങ്ങിക്കണം എന്നുള്ള മൈൻഡ് സെറ്റൊക്കെ നമുക്ക് വരാം. കൊണാമി എന്തുകൊണ്ടാണ് അവരുടെ തന്നെ കോയിൻ, അവരുടെ തന്നെ കാർഡുകൾ എന്തിനാണ് ഇത്രയും ഡിമാൻഡ് വെക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തോന്നാം. കൊണാമിക്ക് എന്താണ് നമുക്ക് ഫ്രീ കാർഡുകളും അതുപോലെ തന്നെ ഫ്രീ കോയിൻസ് ഒക്കെ വെറുതെ തന്നാലെന്നുള്ള ചിന്തയും കാര്യങ്ങളൊക്കെ നമുക്ക് വരാം. പക്ഷേങ്കിൽ ഇവിടെ നടക്കുന്നത് ഡിമാൻഡ് മാർക്കറ്റിംഗ് ആണ്. ഏതൊരു കാര്യത്തിനാണോ ഡിമാൻഡ് വച്ചേക്കുന്നത് ആ ഒരു കാര്യം നേടിയെടുക്കാനൊക്കെയാണ് നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ കൊണാമി എത്രത്തോളം ഡിമാൻഡ് അവരുടെ കാർഡുകൾക്കും അവരുടെ കോയിനും വെക്കുന്നോ അത്രത്തോളം ടെൻഡൻസി നമുക്ക് അതെങ്ങനെയെങ്കിലും നേടിയെടുക്കാനുള്ള ടെൻഡൻസി നമുക്ക് ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പണിയെടുത്തുണ്ടാക്കുന്ന കാശ് നമ്മൾ കോയിൻ വാങ്ങിക്കാനും മുടക്കും. അതുപോലെ തന്നെ നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് 10 കാശ് ഉണ്ടാക്കേണ്ട ടൈം നമ്മൾ ഈ ഒരു ഗെയിമിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇതിനൊക്കെ ഒറ്റ റീസൺ മാത്രമേ ഉള്ളൂ, കൊണാമി അവരുടെ കാർഡുകൾക്ക് വെച്ചേക്കുന്ന അത്രയും ഡിമാൻഡ്, കൊണാമി അവരുടെ കോയിന് വെച്ചേക്കുന്ന അത്രയും ഡിമാൻഡ്. ഈ ഒരു കാര്യം തന്നെയാണ് ഒരു എപ്പിക്ക് ലഭിക്കുമ്പോൾ പോലും നമുക്ക് അത്രയും സാറ്റിസ്ഫാക്ഷൻ, നമ്മുടെ എത്ര ക്യാഷ് പൊട്ടിയാലും ഒരു എപ്പിക്ക് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു എപ്പിക് ആനിമേഷൻ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ്റെ ഒറ്റ റീസൺ എന്ന് പറയുന്നത് കൊണാമി വെച്ചേക്കുന്ന ഈ ഒരു ഡിമാൻഡ് തന്നെയാണ്. സോ അതൊക്കെ അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്, അതുപോലെ തന്നെ അവരുടെ ബിസിനസ് സ്ട്രാറ്റജി ആണെന്നുള്ളതാണ്. അവരെന്തോ ആയിക്കോട്ടെ, പക്ഷേങ്കിൽ നമ്മൾ യൂസേഴ്സിന് ഒരു തരത്തിലും വില തരാത്ത ഈ രീതിയിലുള്ള അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ തുടർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെപ്പോലുള്ള യൂസേഴ്സിന് ഈ ഒരു ഗെയിമിനോട് തന്നെ ഒരു വെറുപ്പും കാര്യങ്ങളൊക്കെ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ ഡൗട്ടും വേണ്ട. സോ നമുക്ക് സമയം കളയാതെ നമുക്ക് മുന്നിലുള്ള രണ്ട് വഴികളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതിലൊന്നാമത്തെയാണ് നമ്മളൊരു കാരണവശാലും ഇനി മുതൽ ഈ പറയുന്ന നമ്മുടെ ഷോപ്പിൽ നിന്നും കോയിനുകൾ വാങ്ങിക്കാതിരിക്കുക. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചില്ല എന്ന് വെച്ചിട്ട് നമുക്ക് എപ്പിക്ക് ലഭിക്കും എന്നുള്ള കാര്യമൊന്നുമില്ല. കൊണാമി ഏതൊരു ചേഞ്ച് നമ്മുടെ ഗെയിമിൽ കൊണ്ടുവന്നോ അത് കുറച്ച് കാലത്തേക്കെങ്കിലും ആ ഒരു ചേഞ്ചിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിലയിരുത്തലും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രത്യേക ഒരു ടീം സദാസമയം ആ ഒരു കാര്യത്തെ നിരീക്ഷിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും വേണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കേസ് തന്നെയാണ്. സോ ഈ ഒരു കാര്യം നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു അപ്ഡേഷനിൽ കൊണാമി ഒരുപാട് ചേഞ്ച് നമ്മുടെ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ നമ്മുടെ കോയിൻ്റെ ഒക്കെ കാര്യത്തിൽ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കമ്മിങ് ഡേയ്സിൽ തീർച്ചയായിട്ടും കൊണാമി ഈ ഒരു ചേഞ്ച് അവരുടെ ബിസിനസ്സിലേക്ക് വരുത്തിയേക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് തന്നെ അനലൈസ് ചെയ്യും. സോ കമ്മിങ് ഡേയ്സിൽ അവരുടെ കോയിൻ പർച്ചേസ് ചെയ്യുന്ന യൂസേഴ്സിൻ്റെ ആ ഒരു റേഷ്യോയും കാര്യങ്ങളൊക്കെ കുറയുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്ലേ സ്റ്റോറിലൊക്കെ ഒരുപാട് റിവ്യൂവും കാര്യങ്ങളൊക്കെ വരികയാണ്. അതുപോലെ തന്നെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ കുറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു പോംവഴിയായിട്ട് കൊണാമി തന്നെ മുന്നോട്ട് വരും എന്നുള്ളതാണ്. അതെങ്ങനെ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കൂട്ടിയേക്കുന്ന റേറ്റുകൾ കുറക്കും എന്നുള്ള കാര്യത്തിലൊന്നുമല്ല, അത് കുറച്ചേക്കാം അല്ലെങ്കിൽ ഇനിയും കൂട്ടിയേക്കാം. പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞു വരുന്നത് അവർ നമുക്കായിട്ട് അറ്റ്ലീസ്റ്റ് ഹൈ പ്രോബബിലിറ്റി ആയിട്ടുള്ള കാർഡുകളെങ്കിലും കൊണ്ടുവരും എന്നുള്ളതാണ്. ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഹൈ പ്രോബബിലിറ്റി പാക്കുകൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കൊണാമിയുടെ സ്ട്രാറ്റജി തന്നെയാണ്. ആ ഒരു പാക്ക് കറക്കി 100-200 കോയിന് തന്നെ നമുക്ക് എപ്പിക് അല്ലെങ്കിൽ ഷോർട്ട് ടൈം കാർഡുകളൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ഫീൽ വരും, റേറ്റ് കൂടിയ കോയിൻ ആണെങ്കിൽ പോലും എങ്ങനെയെങ്കിലും പർച്ചേസ് ചെയ്ത് വീണ്ടും എപ്പിക് ലഭിച്ചാലോ എന്നുള്ള ആ ഒരു തോന്നലും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ നമുക്ക് വീണ്ടും കോയിനുകൾ വാങ്ങിക്കുന്ന ഹാബിറ്റുകൾ കൊണാമി അടിച്ചേൽപ്പിക്കും എന്നുള്ളതാണ്. സോ കൊണാമി നമുക്കെതിരെ കളിക്കുന്ന ഈ ഒരു ബിസിനസ് സ്ട്രാറ്റജി നമുക്ക് അവർക്കെതിരെ തന്നെ യൂസ് ചെയ്യാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെറിയൊരു അളവിലെങ്കിലും കോയിനുകളൊക്കെ വാങ്ങിക്കുന്നത് തീർച്ചയായിട്ടും കമ്മിങ് ഡേയ്സിലെങ്കിലും കുറയ്ക്കുക. ആ ഒരു റേഷ്യോയിൽ ചെറിയൊരു മാറ്റമെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള പാക്കുകൾ കമ്മിങ് ഡേയ്സിലെങ്കിലും കൊണാമി കൊണ്ടുവരും എന്നുള്ള കാര്യമാണ്. അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ ഒരു കാര്യത്തിനോടുള്ള പ്രൊട്ടസ്റ്റ് ആയിട്ടെങ്കിലും നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണെന്നുള്ളതാണ്. സെക്കൻഡ് പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ കോയിനൊക്കെ പർച്ചേസ് ചെയ്ത് അല്ലെങ്കിൽ ഇതുപോലുള്ള പാക്കുകളൊക്കെ എടുത്ത് അക്കൗണ്ട് ബിൽഡ് ചെയ്യുന്നതിന് പകരം നമ്മളൊരു അക്കൗണ്ട് വാങ്ങിക്കുക അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് വെച്ച് നമ്മൾ കളിക്കുക. വീക്കിലി ഫ്രീ ആയിട്ട് കിട്ടുന്ന കോയിനുകൾ വെച്ചിട്ട് മാത്രം നമ്മൾ സ്പിന്നും കാര്യങ്ങളൊക്കെ ചെയ്യുക. അഥവാ ഒരു എപ്പിക്കും കാര്യങ്ങളൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അക്കൗണ്ടിൻ്റെ വാല്യൂ കൂടുന്നതാണ്. അങ്ങനെ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മാറ്റി വീണ്ടും വേറൊരു അക്കൗണ്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്.
സോ എനിക്ക് തോന്നുന്നു കൊണാമിയുടെ നിലവിലത്തെ അൽഗോരിതം പ്രകാരം നമ്മൾ ഇതുപോലെ കോയിനൊക്കെ വാങ്ങി ഇതുപോലെ ഗെയിമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് എപ്പിക്കും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിനേക്കാൾ ബെറ്റർ കൊണാമി തരുന്ന ഫ്രീ കോയിനെ നമ്മൾ വിശ്വസിക്കുക. ആ ഒരു കോയിൻ വെച്ച് മാത്രം നമുക്ക് എപ്പിക് ബോസ്റ്റോവും കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ എപ്പിക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ അക്കൗണ്ടുകൾ മാറ്റി പുതിയ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. ഓൾറെഡി അക്കൗണ്ട് ബിൽഡ് ചെയ്യുന്നവർ ഈ ഒരു രീതിയിലും ബിൽഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കോയിൻ വാങ്ങി തന്നെ അക്കൗണ്ട് ബിൽഡ് ചെയ്യുന്നവരുണ്ട്. സോ നിങ്ങൾ ഏത് തരത്തിലാണെന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. സോ ഞാൻ നോക്കിയിട്ട് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ മാത്രമേ നിലവിൽ നമ്മുടെ ഗെയിമിലുള്ളൂ. യാതൊരുവിധ ട്രിക്കോ കാര്യങ്ങളോ കൊണാമിക്കെതിരെ പറ്റിയിട്ട് ഒരു വിധത്തിലുള്ള കാര്യങ്ങളും ഇല്ല. ഇത് തീർച്ചയായിട്ടും സ്പോർട്സ്മാൻ സ്പിരിറ്റോ കാര്യങ്ങളോ ഉള്ള ആൾക്കാരൊന്നുമല്ല കൊണാമിയുടെ തലപ്പത്ത് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ബിസിനസ് മൈൻഡ് മാത്രമുള്ള ആൾക്കാർ തന്നെയാണ്. സോ ഗൈസ്, ഇത്രയും കാര്യങ്ങളൊക്കെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.